ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേഷൻ ആൻഡ് അതർ ഫോംസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇതാണ് കോർപ്പറേഷൻ ആൻഡ് അതർ ഫോംസ് ഓഫ് അസോസിയേഷൻ. നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. PSC എക്സാമിന് ഇൻസ്പെക്ടർ പരീക്ഷയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ, അതിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മേഖല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് കേൾക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, there are different forms of association such as trade union, social service, trade organizations, അതുപോലെ തന്നെ SHG, which rendering various kinds of service to people. എന്താണ്? സഹകരണ മേഖല പോലെ തന്നെ ജനങ്ങൾക്ക് സർവീസ് കൊടുക്കുന്ന വേറെ കുറച്ച് മേഖലയും കൂടി ഉണ്ട്. അതൊന്ന് ട്രേഡ് യൂണിയൻ ആണ്, രണ്ട് ട്രേഡ് അസോസിയേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ SHGs ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ദെൻ സോഷ്യൽ സർവീസ് ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പൊ അത് എന്താണ് കോർപ്പറേഷനുമായിട്ടുള്ള വ്യത്യാസം, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം ഏതാണ്? കോർപ്പറേറ്റീവ്സ് ആൻഡ് ട്രേഡ് യൂണിയൻ. അപ്പൊ ആദ്യം അതിനകത്ത് പറയാം എന്താ ഒരു ട്രേഡ് യൂണിയൻ. പറയുന്നുണ്ട് എന്താണ്? എ ട്രേഡ് യൂണിയൻ ഈസ് ആൻ അസോസിയേഷൻ ഓഫ് വേജ് ഏണേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഇംപ്രൂവിങ് ദ കണ്ടീഷൻസ് ഫോർ ദെയർ എംപ്ലോയ്മെന്റ്. അതായത് തൊഴിലാളികൾക്ക്, അതായത് വേജ് ഏണേഴ്സ്, കൂലി പണി എടുക്കുന്ന, ജോലി എടുക്കുന്ന ആൾക്കാരുടെ ഒരു അസോസിയേഷൻ ആണ് ഏത്? ട്രേഡ് യൂണിയൻ. എന്തായാലും ഉദ്ദേശം എന്ന് പറയുന്നത് ആ വർക്കേഴ്സിന് മെച്ചപ്പെട്ട വേതനം, മെച്ചപ്പെട്ട വർക്കിംഗ് കണ്ടീഷൻസ്, ഓക്കെ, അപ്പൊ നല്ലൊരു മെച്ചപ്പെട്ട എംപ്ലോയ്മെന്റ് സാഹചര്യം, തൊഴിൽ സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ട്രേഡ് യൂണിയൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം CITU ഉണ്ട്, അതുപോലെ തന്നെ AITUC ഉണ്ട്, BMS ഉണ്ട്, ഇതൊക്കെ ട്രേഡ് യൂണിയൻ ആണ്. ഓരോ പാർട്ടിയുടെ കീഴിൽ വരുന്ന INTUC ഉണ്ട്. അപ്പം ഓരോ പാർട്ടികളുടെ കീഴിൽ വരുന്ന ട്രേഡ് യൂണിയൻ ആണ്. ഓരോ പാർട്ടിയുടെ കീഴിലാണ് വരുന്നതെങ്കിലും അവർ ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? വർക്കേഴ്സിനെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വർക്കേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് വർക്കേഴ്സിന് മെച്ചപ്പെട്ട ഒരു തൊഴിൽ സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് രൂപീകരിച്ചിട്ടുള്ളത്? ട്രേഡ് യൂണിയൻ രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വെപ്പൺ ട്രേഡ് യൂണിയൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ ആവശ്യപ്പെടും. അത് നൽകിയില്ല എങ്കിൽ അവരെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? അവരുടെ പ്രധാനപ്പെട്ട വെപ്പൺ എന്താണ്? സ്ട്രൈക്കാണ്, സമരമാണ്. ഓക്കെ, അപ്പൊ ട്രേഡ് യൂണിയന്റെ എന്താണ്? സ്ട്രൈക്ക് ഈസ് വൺ ഓഫ് ദ വെപ്പൺസ് ഓഫ് ട്രേഡ് യൂണിയൻ എന്നാ പറയുന്നത്. അവരുടെ ഒരു ആയുധമാണ് ഏത്? സ്ട്രൈക്ക്. ഓക്കെ, ദെൻ ഇനി എന്താണ് കോർപ്പറേറ്റീവും ട്രേഡ് യൂണിയനും? പറയുന്നുണ്ട് കോർപ്പറേറ്റീവ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ആർ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെൻ ആണ്. അത് രണ്ടിലൊന്നു തന്നെയാണ്. കാര്യം ഇത് വോളണ്ടറി അസോസിയേഷൻ ആണ്. വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ പീപ്പിളിന്റെ വോളണ്ടറി അസോസിയേഷൻ ആണ് ഏത്? ബോത്ത് കോർപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ട്രേഡ് യൂണിയൻ. ഓക്കെ, ഓൾസോ ദ കോൺസിക്വൻസ് ഓഫ് ക്യാപിറ്റലിസ്റ്റിക് എക്സ്പ്ലോയിറ്റേഷൻ. രണ്ടും ഏതിന്റെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു കോൺസിക്വൻസ് ആണ് ഏത്? ഈ രണ്ടും ഏതാണ്? കോർപ്പറേറ്റീവ് ഓർഗനൈസേഷനും അതേപോലെ തന്നെ ഏത്? ട്രേഡ് യൂണിയനും. ഓക്കെ, ഇത് രണ്ടും ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആരംഭിച്ചുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ്, അയാൾ എന്താ ചെയ്യുന്നത്? വർക്കേഴ്സിന് വേണ്ട രീതിയിലുള്ള വേജ് കൊടുക്കാതെയും വർക്കേഴ്സിന് വേണ്ട രീതിയിലുള്ള ജീവിത സാഹചര്യം, അതായത് തൊഴിൽ സാഹചര്യം ക്രിയേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ട്രേഡ് യൂണിയൻ അത്തരത്തിൽ നടത്തുന്ന എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും വർക്കേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻ രൂപീകരിച്ചു. അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? കോർപ്പറേറ്റീവ് മൂവ്മെന്റും എന്ത് തന്നെയാണ്? ദ റിസൾട്ട് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റി ക്രിയേറ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. വ്യവസായിക വിപ്ലവം, ക്യാപിറ്റലിസം ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് വ്യവസായിക വിപ്ലവം. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും ഏത് തന്നെയാണ്? കോർപ്പറേഷനാണ്. ഓക്കെ, അപ്പൊ കോർപ്പറേഷനും അതേപോലെ തന്നെ ട്രേഡ് യൂണിയനിന്റെ അത് എന്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്? ഇത് എന്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് ചോദിച്ചാൽ എന്തിന്റെ ഭാഗമാണ്? ഇറ്റ് ഈസ് only because of the capitalistic exploitation. Okay, these two are member organization which democratically controlled by elected leaders എന്നാണ്. രണ്ടും മെമ്പർ ഓർഗനൈസേഷൻ തന്നെയാണ്. ഇത് രണ്ടും മാനേജ് ചെയ്യുന്നത് ഡെമോക്രാറ്റിക്കലി ഇലക്ട് ചെയ്യപ്പെട്ട ആരാണ്? റെപ്രസെന്റേറ്റീവ് പ്രതിനിധികളെ കൊണ്ടാണ് രണ്ടും മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ രണ്ടിന്റെയും സിമിലാരിറ്റി എന്ന് പറയുന്നത്. രണ്ടും പീപ്പിൾ ഓർഗനൈസേഷൻ ആണ്, രണ്ടും
ക്യാപിറ്റലിസ്റ്റിക്കിന്റെ ഒരു ഔട്ട്കംസിന്റെ അതിന്റെ ഒരു എക്സ്പ്ലോയിറ്റേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ദെൻ രണ്ടും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്കലി ഇലക്ട് ചെയ്യപ്പെട്ട ആരാണ്? മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഇനി എന്താണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അല്ലെങ്കിൽ കോർപ്പറേഷനും ട്രേഡ് യൂണിയനും? ഈ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ എക്സാമിന് ചോദിച്ചത്. എന്താണ്? ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഇവരൊരു ബിസിനസ് നടത്തുവാണ് അല്ലെ? ഇവർക്കൊരു പർപ്പസ് ഉണ്ട്, ഒരു എന്താ, ഇവർക്കൊരു മെയിൻ ആക്ടിവിറ്റി ഉണ്ട് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഓക്കെ, അത് ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നു. പ്രോഫിറ്റ് അല്ല പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ എടുത്തെടുത്ത് പറയുമെങ്കിലും അതിനെന്ത് വേണം? പ്രോഫിറ്റ് വേണം. ഓക്കെ, പക്ഷെ ട്രേഡ് യൂണിയൻ ഇതുപോലെ ബിസിനസ് ഒന്നും നടത്തില്ല. ഡസ് നോട്ട് ഇൻവോൾവ് ഇൻ ബിസിനസ്. ഇതായിരുന്നു അന്നത്തെ ക്വസ്റ്റ്യൻ. ട്രേഡ് യൂണിയൻ ഡസ് നോട്ട് ഇൻവോൾവ് ഇൻ ബിസിനസ്. അവർ ബിസിനസ്സിൽ ഇടപെടാറില്ല, ഇൻവോൾവ് ആവാറില്ല, ബിസിനസ് നടത്തുന്നില്ല. പക്ഷേ കോപ്പറേറ്റീവ് എന്താണ്? അവർ ബിസിനസ് നടത്തുന്നുണ്ട്. ഓക്കെ, രണ്ട്, ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റസ് ആണ്. ഇൻഡിപെൻഡന്റ് ആണ്, ഒരു എൻറ്റിറ്റി ആണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് ഏത്? ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇതെന്താണ് ട്രേഡ് യൂണിയൻ? ബാർഗെയിനിങ് ഏജന്റ് ഫോർ പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ഉപയോഗിക്കുന്ന വാക്ക് വർക്കേഴ്സ് എന്നാണ്. എന്താണ്? വർക്കേഴ്സ് എന്നാണ്. അതായത് തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ട അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നെഗോഷിയേറ്റർ ആണ് ആര്? ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഒരു ബാർഗെയിനിങ് ഏജന്റ് ആണ് ആര്? ട്രേഡ് യൂണിയൻ. ആരുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നത്? ഗവൺമെന്റുമായിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മുതലാളിമാര്, അതായത് ഈ കമ്പനികളൊക്കെ ആരംഭിക്കുന്ന അതിന്റെ ഉടമസ്ഥരുമായിട്ടും തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഏജന്റ് ആണ് ആര്? അല്ലെങ്കിൽ ഒരു ബാർഗെയിനിങ് ഏജന്റ് എന്നോ നെഗോഷിയേറ്റർ എന്നൊക്കെ വിളിക്കാം ആര്? ട്രേഡ് യൂണിയനുകളെ. ഓക്കെ, അടുത്തത്, ഇറ്റ് ബ്രിങ്സ് അബൌട്ട് എക്കണോമിക് ഇംപ്രൂവ്മെന്റ്. അതായത് എക്കണോമിക് ഇംപ്രൂവ്മെന്റ് ഓഫ് ആരുടെയാണ്? ഇതിലെ അംഗങ്ങളുടെ സാമ്പത്തികപരമായ ഉന്നമനമാണ്. സാമ്പത്തികം മാത്രമല്ല, സാമൂഹ്യപരമായ ഉന്നമനമാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ മുഖമുദ്ര. ഓക്കെ, ഇവിടെ എന്താണ്? ഇറ്റ് എയിംസ് ടു ഗെറ്റ് ഹയർ വേജസ്. ആർക്കാണ്? വർക്കേഴ്സിന് ഉയർന്ന വേതനം നേടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഏത്? ട്രേഡ് യൂണിയൻ. ഓക്കെ, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എ പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് എഫോർട്ട് ഇൻ അറ്റൈനിങ് ദ ഒബ്ജക്റ്റീവ് എന്നാണ്. ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് ആണ് ഏത്? കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. വാട്ട് അബൌട്ട് ട്രേഡ് യൂണിയൻ? റിസോർട്ട് ടു നെഗറ്റീവ് അപ്രോച്ച് ആണ് ടു റീച്ച് ഇറ്റ്സ് ഗോൾസ് സച്ച് ആസ് സ്ട്രൈക്ക് ആൻഡ് കോയേഴ്സീവ് മെത്തേഡ് എന്നാണ്. ട്രേഡ് യൂണിയൻ തന്റെ ലക്ഷ്യം, അവരുടെ ലക്ഷ്യം എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? ഒന്നെങ്കിൽ സമരങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ ഭീഷണികളിലൂടെയാണ്, കൊയേസീവ് പവറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്ന ആര്? ട്രേഡ് യൂണിയൻ. പക്ഷെ കോപ്പറേറ്റീവ് ഒരു പോസിറ്റീവ് രീതിയിലാണ്, നല്ല ഒരു വശത്തോടു കൂടിയാണ് അവരുടെ ഒബ്ജക്റ്റീവ് അവർ നേടിയെടുക്കുന്നത്. ഓക്കെ, കോപ്പറേഷൻ എലിമിനേറ്റ്സ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. എന്തായാലേ ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന് പറയുന്ന ആ ക്ലാസ് കോൺഫ്ലിക്റ്റ്, വർഗ സമരം, അത് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് കോപ്പറേഷൻ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ക്ലാസ് ഡിവിഷൻ എവിടെയുണ്ട്? ട്രേഡ് യൂണിയനിലുണ്ട് ക്ലാസ് ഡിവിഷൻ. അവരെപ്പോഴും വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നാണ്. ദെൻ മറ്റൊരു വിഭാഗം കൂടി ഉണ്ട്. ആരാണത്? എംപ്ലോയർ ആണ്. ഓക്കെ, അപ്പൊ എംപ്ലോയർ, ജോലി കൊടുക്കുന്നയാൾ അല്ലെങ്കിൽ മുതലാളിയും ജോലിക്കാരും വർക്കേഴ്സും എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് ഡിഫറൻസ് എവിടെയുണ്ട്? ആ ക്ലാസ് ഡിവിഷൻ എവിടെയുണ്ട്? ട്രേഡ് യൂണിയനിലുണ്ട്. ഓക്കെ, ഇതാണ് ഈ പറഞ്ഞ ട്രേഡ് യൂണിയനും കോപ്പറേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അതിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ്, കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ദേ ഓൾവേസ് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ആണ്. ബട്ട് ട്രേഡ് യൂണിയൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ദേ ഡു നോട്ട് ഇൻവോൾവ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ്. ഓക്കെ, അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത എന്താണ്? കോപ്പറേറ്റീവ് ആൻഡ് സോഷ്യൽ സർവീസ്. എന്താണ് കോപ്പറേറ്റീവ് ആൻഡ് സോഷ്യൽ സർവീസ്? സാമൂഹ്യ സേവനം. നമുക്കറിയാം കോപ്പറേഷൻ ആൻഡ് സോഷ്യൽ സർവീസ് ആർ ഫോംഡ് ഫോർ ദ പർപ്പസ് ഓഫ് upliftment of the weaker sections of the community ആണ്. എന്താണ്? upliftment of the weaker sections. സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ ഉയർച്ചയാണ് രണ്ടും ആഗ്രഹിക്കുന്നത്. രണ്ടും കോപ്പറേറ്റീവ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉദ്ദേശം എന്ന് പറയുന്നത് uplifting the weaker sections of the community ആണ്. Okay, both these organizations aims at helping the poor, but
കോർപ്പറേഷൻ ഈസ് നോട്ട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. രണ്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷേ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്തല്ല, ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല. പക്ഷേ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ എന്താണ്, ചിലപ്പോൾ അതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആവാം. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് എ സെൽഫ് ഓർഗനൈസേഷൻ ഫങ്ഷനിങ് വിത്ത് കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നാണ്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്താണ്, ഇത് ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവരുടെ പ്രിൻസിപ്പിളിൽ തന്നെ പറയുന്നുണ്ട്. ഏതാണ്? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പും അതുപോലെ തന്നെ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, അല്ലെങ്കിൽ ഓൾ ഫോർ വൺ ആൻഡ് വൺ ഫോർ ഓൾ, ഓൾ ഫോർ വൺ ആൻഡ് വൺ ഫോർ ഓൾ എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, ആ മോട്ടോയോട് കൂടിയാണ് ആര് പ്രവർത്തിക്കുന്നത്? ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഓക്കെ, കോപ്പറേഷൻ ട്രൈസ് ടു മേക്ക് പീപ്പിൾ ഇൻഡിപെൻഡന്റ്, അല്ലെ? അതായത് ഇതിൽ അംഗങ്ങളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആരുടെ മേലും അല്ലെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കുവാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുവാനാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത്. ബട്ട് സോഷ്യൽ സർവീസ് ട്രൈ ടു മേക്ക് ദ പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. അതാണ് ചെയ്യുന്നത്. അതായത് സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളെ ഈ പറഞ്ഞ സർവീസ് ഓർഗനൈസേഷനെ ആശ്രയിച്ച് കഴിയുവാൻ വേണ്ടിയിട്ട് എന്താ പറയുക, അവര് ഈ സർവീസ് ഓർഗനൈസേഷൻ ആശ്രയിച്ചായിരിക്കും ജനങ്ങൾ നിൽക്കുന്നത്. ഏതിന്റെ? സോഷ്യൽ സർവീസിനെ സംബന്ധിച്ച്. അപ്പൊ എന്താണ്? ജനങ്ങള് ഡിപ്പെൻഡന്റ് ഓൺ ഏതാണ്? സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ ആണ്. ഓൺ ദ അതർ ഹാൻഡ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ മേക്സ് ദ പീപ്പിൾ ഇൻഡിപെൻഡന്റ് ആണ്. നമുക്കറിയാം, ഇപ്പൊ എന്താ പറയാ, ഒരു പാലിയേറ്റീവ് സംഘടന എന്ന് പറയാം, ഒരു സോഷ്യൽ സർവീസ് സംഘടനയാണ്. അപ്പം ജനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലെ ആൾക്കാരെന്ന് പറയുന്നത് മരുന്നിന് വേണ്ടിയിട്ടും മറ്റു സേവനങ്ങൾക്ക് വേണ്ടിയിട്ടും ആ സംഘടന എന്ത് ചെയ്യുവാണ്? ഡിപ്പെൻഡ് ചെയ്യുവാണ്. ഓക്കെ, പക്ഷേ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. സോഷ്യൽ സർവീസ് എന്താണ്? ഡിപ്പെൻഡന്റ് ആയിട്ട് മാറ്റുവാണ് ജനങ്ങളെ. ഓക്കെ, അടുത്ത എന്താണ്? കോപ്പറേഷൻ ക്രിയേറ്റ്സ് എ ഫീലിംഗ് ഓഫ് സെൽഫ് റെസ്പെക്ട് ആൻഡ് സോഷ്യൽ സർവീസ് വീക്കൻ ദ ഫീലിംഗ് ഓഫ് സെൽഫ് റെസ്പെക്ട് ആൻഡ് ഹിൻഡേഴ്സ് ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് റിലയൻസ് എന്നാണ്. എന്താണ്? കോപ്പറേഷൻ ക്രിയേറ്റ്സ് എ ഫീലിംഗ് ഓഫ് സെൽഫ് റെസ്പെക്ട്. നമ്മൾ എന്താ പറയുക, സ്വയം നമുക്കൊരു അഭിമാനം തോന്നും, അല്ലേ? നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുവാൻ വേണ്ടി പ്രാപ്തരാക്കുവാണ്. പക്ഷേ അവിടെ എങ്ങനെയാണ്? സോഷ്യൽ സർവീസ് എന്താണ്? വീക്കൻ സെൽഫ് റെസ്പെക്ട്. നമുക്ക് ഒരു സ്വയം ഒരു അഭിമാനം തോന്നുന്നില്ല. കാര്യം എന്താ? നമ്മൾ എന്തിനും ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ സംഘടന എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആശ്രയിക്കേണ്ടതായിട്ട് വരും. ദാറ്റ് വീക്കൻസ് എന്താണ്? സെൽഫ് റെസ്പെക്ട് ആൻഡ് ഹിൻഡേഴ്സ് എന്താണ്? ത്രിഫ്റ്റ് ആൻഡ് സെൽഫ് റിലയൻസ്. നമുക്ക് ത്രിഫ്റ്റ്, സമ്പാദിച്ചില്ലോ അല്ലെങ്കിൽ നമ്മൾ സ്വയം എന്താണ് സ്വയം പര്യാപ്തീകരിക്കണം എന്നുള്ള ഒരു ചിന്തയൊന്നും നമുക്ക് ഉണ്ടാവത്തില്ല. നമ്മൾ എപ്പോഴും നമ്മളെ സഹായിക്കുന്ന ആ സർവീസ് ഓർഗനൈസേഷനെ ആശ്രയിച്ചായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അതാണ് സോഷ്യൽ സർവീസിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രത്യേകത. എന്താണ്? കോർപ്പറേഷൻ ജനങ്ങളെ ഇൻഡിപെൻഡന്റ് ആക്കാൻ ആഗ്രഹിക്കുമ്പോൾ സോഷ്യൽ സർവീസ് ഡിപ്പെൻഡന്റ് ആക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഒരു സെൽഫ് റെസ്പെക്ട് ക്രിയേറ്റ് ചെയ്താൽ ആ സെൽഫ് റെസ്പെക്ട് എന്ത് ചെയ്യുവാണ്? വീക്കൻ, അതിന് ദൗർബല്യപ്പെടുത്തുന്ന എന്താണ്? ഏത്? സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ പല കാര്യങ്ങൾക്കും ഈ സർവീസ് സംഘടനകളെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് സോഷ്യൽ സർവീസും അതുപോലെ തന്നെ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിമിലാരിറ്റിയും ഡിഫറൻസും. ഓക്കെ, ദെൻ അടുത്തത് കോർപ്പറേഷൻ ആൻഡ് SHG. എന്താണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, ബോത്ത് SHG ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി സേവ് മണി ആൻഡ് ക്യാൻ ഗെറ്റ് ലോൺസ് ഫ്രം ബാങ്ക് എന്നാണ്. അല്ലെ? രണ്ടും ത്രിഫ്റ്റ് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ചെറുകിട സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതാണ് രണ്ടും. ഏതാണ്? SHG ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിക്കോട്ടെ. ഇനി രണ്ടിന് എവിടുന്ന് ലോൺ കിട്ടും? ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. രണ്ടിന് ലോൺ കിട്ടും. ഓക്കെ, ദ ഡിഫറൻസ് ദാറ്റ് ലൈസ് ഹിയർ ഈസ് ദാറ്റ് SHGs ആർ യൂഷ്വലി ഓഫ് പ്യുവർ പീപ്പിൾ ആൻഡ് ഫൗണ്ട് ഇൻ റൂറൽ ഏരിയ. SHG എന്ന് പറയുന്നത് പാവപ്പെട്ട ആൾക്കാരുടെ ഒരു ഓർഗനൈസേഷൻ ആണ്, സംഘടനയാണ്. എവിടെയാ കാണുന്നത്? റൂറൽ ഏരിയയിലാണ് ഇത് കൂടുതലും കാണുന്നത്. വേറാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ എവിടെയൊക്കെ കാണാം? റൂറലും ഉണ്ട്, അർബനും ഉണ്ട്. ആൻഡ് കൺസിസ്റ്റ് ഓഫ് വർക്കേഴ്സ്, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മറ്റാ മേഖലയിൽ ജോലി എടുക്കുന്നവർ, അല്ലെങ്കിൽ കൂടുതലായിട്ട് പല സെക്ടറുകളിലുള്ള ആൾക്കാർ എവിടെയുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഭാഗമായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു
എന്താ പറയുക സാലറി ഏണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആരാ ഉള്ളത് തൊഴിലാളികളാണ്. മീൻസ് സാലറി ഏൺ ചെയ്യുന്ന ഗവൺമെന്റ് സർവന്റ് ആയിരിക്കും. ഓക്കെ, ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആരാ ഉള്ളത്? ആക്ച്വൽ വർക്കേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ എവിടെയുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുണ്ട്. പക്ഷെ SHGയിലെ പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഫോം ആണ് ഇത് SHG, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ദെൻ അതിൽ കൂടുതൽ പാവപ്പെട്ട ആളുകളായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് കോപ്പറേഷൻ ഈസ് ഫോർമൽ ആൻഡ് രജിസ്റ്റേർഡ് അല്ലെ? ഫോർമൽ ആൻഡ് രജിസ്റ്റേർഡ് ആണ്. ബട്ട് SHGs ആർ ഇൻഫോർമൽ ആൻഡ് അൺരജിസ്റ്റേർഡ് ആണ്. കോപ്പറേറ്റീവ് സംഘങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം അല്ലേ? പക്ഷെ SHGകൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും നിലവിൽ പല SHGകൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലോൺ എടുക്കുന്ന പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ രേഖകളൊന്നും ഇല്ലാതെ ലോൺ കൊടുക്കത്തില്ലെന്നൊരു സ്റ്റാൻഡ് കോപ്പറേറ്റീവ് ബാങ്കുകളും മറ്റു ബാങ്കുകളും എടുക്കുമ്പോൾ ഇത് ഔപചാരികപരമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അടുത്തത് കോപ്പറേഷൻ ഗവേൺഡ് ബൈ ആക്ട്, റൂൾസ് ആൻഡ് ബൈ ലോ ആൻഡ് SHGs ആർ ഗവേൺഡ് ബൈ ദെയർ ലോ. നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഗവേണൻസിന് എന്തുണ്ട്? ആക്ടും റൂളും ബൈലോ ഉണ്ട്. SHGകൾക്ക് അവർ തന്നെ തയ്യാറാക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവർ പ്രവർത്തിക്കുന്നത്. അവരുടേതായിട്ടുള്ള തന്നെ ഒരു ബൈലോ അവർ തന്നെ തയ്യാറാക്കുവാണ്. അതിന് വിധേയമായിട്ടാണ് SHGകൾ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഓക്കെ, SHGs ആർ സ്മോളർ ഗ്രൂപ്പ്സ് ദാൻ കോപ്പറേറ്റീവ്സ് അല്ലെ? ചെറിയ ചിലപ്പോൾ 10-20 അംഗങ്ങളുള്ള ചെറിയൊരു ഗ്രൂപ്പാണ് ഇത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. പക്ഷെ കോപ്പറേഷൻ അറിയാലോ, വളരെ വലിയ അംഗസംഖ്യയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് കോപ്പറേറ്റീവ്. SHGs ആർ ഗ്രേറ്റർ സ്കോപ്പ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ബട്ട് ഇൻ കോപ്പറേഷൻ ഈസ് എ വെൽ ഡിസൈൻഡ് ഡെമോക്രാറ്റിക് സ്ട്രക്ചർ എന്നാണ്. കാര്യം ചെറിയ സംഘടന ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡിസിഷൻ മേക്കിംഗ്, അതായത് തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ അംഗങ്ങൾക്കും പങ്കെടുക്കാം. എവിടെ? SHGയിൽ. പക്ഷേ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ വലുതായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ജനറൽ ബോഡി ഉണ്ട്. അവിടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഇനി ദൈനംദിന കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് മാനേജിംഗ് കമ്മിറ്റി ഉണ്ട്. അങ്ങനെ ഡെമോക്രാറ്റിക് ലൈനിലാണ് ഏത് പ്രവർത്തിക്കുന്നത്? ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. മറ്റത് അങ്ങനെയല്ല, 10-20 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ദിവസം, ഫോർ എക്സാമ്പിൾ ഒരു വീക്കിൽ ഒരു ദിവസം ഞായറാഴ്ച കൂടി അവർ കൂട്ടം കൂടി നിന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കും. വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാം. ഓക്കെ, പക്ഷേ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അങ്ങനെയല്ല. നമുക്ക് തീരുമാനമെടുക്കാൻ വേണ്ടി അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ജനറൽ ബോഡി എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്, മാനേജിംഗ് കമ്മിറ്റി എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ മീറ്റിംഗും മറ്റു കാര്യങ്ങളും വിളിച്ചു ചേർക്കണം. എന്നിട്ട് വേണം ഈ കാര്യങ്ങളിന്മേൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ. ഓക്കെ, ഇതാണ് ട്രേഡ് യൂണിയനും അതുപോലെ തന്നെ സർവീസ് സംഘടനകളും SHGയും കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിമിലാരിറ്റിയും അതുപോലെ തന്നെ ഡിഫറൻസും. ഓക്കെ, അപ്പം ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.